നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ലൈഫ് ബീറ്റ്സിൽ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഹോർമോണുകളും സ്ത്രീ സൗഖ്യവും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കുവാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാനുമായി ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം പേരൂർക്കട പുനർജനി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. ഡോക്ടർ സ്വീറ്റിക്ക് ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ഈ ഹോർമോണുകൾ നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ഇമോഷൻസിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അവസാനം വരെ പലതരം ഹോർമോൺസ് ശരീരത്തിലുണ്ടാവും. ഡോക്ടർ അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. ആദ്യം ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഹോർമോൺ എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണ് ഈ ഹോർമോൺസ് എന്ന് എല്ലാവരും അറിയണ്ടേ. അപ്പോൾ ഹോർമോൺ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ, ദേഹത്ത് ആണിനും പെണ്ണിനും പലതരം ഗ്രന്ഥികൾ, മീൻസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഗ്ലാൻഡ് കഴുത്തിലുള്ളത് തൈറോയിഡ്, ഞാൻ ഉദാഹരണം പറയാം, ഒരു തൈറോയിഡ് ഗ്ലാൻഡ്. പിന്നെ തലച്ചോറിൻ്റെ താഴെ ഒരു ഗ്ലാൻഡുണ്ട്, പിറ്റ്യൂട്ടറി. പിന്നെ അതേപോലെ നമ്മുടെ അണ്ടാശയം, ഓവറി, അതും ഒരു ഗ്ലാൻഡാണ്. ആണുങ്ങളിൽ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡുണ്ട്. അങ്ങനെ ഒത്തിരി അധികം ഗ്ലാൻഡുകളുണ്ട്. പാൻക്രിയാസ്, അതും ഒരു ഗ്ലാൻഡാണ്. കാര്യം വെച്ചാൽ ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പം ഈ ഒത്തിരി ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങൾ, ഗ്ലാൻഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ എന്ന് പറയുന്നത് എന്താ? ഇവർ ചുരത്തുന്ന ഒരു പ്രോട്ടീൻ സബ്സ്റ്റൻസ് ആണ്. പ്രോട്ടീനാണ് അതിൻ്റെ ശരിക്കുള്ള ബേസ്, ഈ ഹോർമോൺസിൻ്റെ. അപ്പോൾ ആ പ്രോട്ടീൻ ബേസിൽ അത് ശരിക്കും ഇത് ചുരുത്തി കഴിയുമ്പം ബ്ലഡിലോട്ടങ്ങ് കലക്കുക, കലർന്ന് പോവുക, സ്പ്രെഡ്, നമ്മുടെ രക്തനാളികളിലേക്കങ്ങ് ഇതിനെ അങ്ങ് കലർത്തുക. എന്നിട്ട് അത് രക്തനാളി വഴി ചെന്നിട്ട് ടാർഗറ്റ് ഓർഗൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അതായത് ഇപ്പോൾ തൈറോയിഡിൽ നിന്നാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ വരുമെങ്കിലും അതിൻ്റെ ടാർഗറ്റ് എവിടേക്കാണ്? ഇപ്പം നമ്മൾ ഇപ്പോൾ ബോംബ് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നായിരിക്കും, പക്ഷെ അവരുടെ ടാർഗറ്റ് എവിടെയായിരിക്കും? ചിലപ്പോൾ ചൈന ആയിരിക്കും, ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും, അല്ലേ? സോ ദ ടാർഗറ്റ് ഈസ് സംവെയർ ഡിസ്റ്റൻറ്റ്. സോ അതാണ് ഈ ഹോർമോൺസും. അതേപോലെ അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് ഈ തൈറോയ്ഡ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പലയിടങ്ങളിലേക്ക് പോവും. ഒന്ന് സ്ത്രീയുടെ ഗർഭപാത്രം, അതിലേക്ക് പോവും. അവിടെ മാസക്കുളി ഉണ്ടാക്കാനുള്ള അതിനുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട്, ഗർഭപാത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, കുട്ടികളുണ്ടായാൽ അതിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്, പിന്നെ ഇതിനെല്ലാം മുമ്പേ കൊച്ചുകുട്ടിയായിരിക്കുമ്പം കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക്, പിന്നെ അണ്ടോൽപാദനത്തിന്, പിന്നെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അബോർഷൻ ഉണ്ടാവാതിരിക്കാൻ. ഇതല്ലാതെ ഒരു 1000 കാര്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ. നന്നായിട്ട് മലം പോണെങ്കിൽ പോലും, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ പോലും തൈറോയ്ഡ് വേണം. കുറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരും. അത് കുറഞ്ഞാലും കൂടിയാലും രണ്ട് ഇഫക്റ്റാണ്. കുറയുന്നതാണ് കൂടുതൽ കാണുന്നതുകൊണ്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ കുറഞ്ഞാൽ മാസമുറ വരില്ല സ്ത്രീകൾക്ക്, കൂടിയാൽ വേറെയാണ് ഇഫക്റ്റ്. സോ ഇത് ഇങ്ങനെ പോകുന്നു. അതേപോലെ പാൻക്രിയാസ്, അത് ചുരത്തുന്നതാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. പക്ഷെ പാൻക്രിയാസിന് ഇൻസുലിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ ഇൻസുലിൻ നേരെ ചെല്ലുന്നത് എവിടെയാ? അതിൻ്റെ ടാർഗറ്റ് ഓർഗൻ എന്ന് പറയുന്നത് ശരിക്കും ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സംഗതിയെ നമ്മുടെ ടിഷ്യൂസിനകത്ത് കയറ്റുക എന്നുള്ളതാണ്. ദേഹത്തുള്ള ഓരോ ടിഷ്യൂൻ്റെ ഉള്ളിലേക്ക് ഈ ഇൻസുലിനെ അകത്തോട്ട് കയറ്റുക. അങ്ങനെ കയറ്റാനുള്ള ഒരു സെൻസിറ്റിവിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഇൻസുലിനുള്ള ചുരത്തുന്ന സംഗതി പാൻക്രിയാസിന് പറ്റാണ്ടാവുമ്പോഴാണ് ഡയബറ്റിക് എന്നുള്ള സംഗതി വരുന്നത്. അങ്ങനെ ഈ ഹോർമോൺ എന്ന് പറയുന്നത് ഒരിടത്ത് ചുരത്തപ്പെടുന്നു, ദാറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ സം ഓർഗൻ ആൻഡ് ഇഫക്റ്റഡ് ബൈ സം അതർ ഓർഗൻസ്. അതായത് ചോറ് എവിടെയും കൂറ് എവിടെയും എന്നൊക്കെ പറയില്ല, അതുപോലെ
ആരെങ്കിലും ഒക്കെ ചുരത്തി വിടും, പക്ഷെ അതിൻ്റെ ഗുണം പലരും അനുഭവിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് ഇതിൻ്റെ സംഗതി. സോ ഈ ഹോർമോൺ എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല. ഫങ്ഷൻസ് എല്ലാം ഹോർമോൺസ്. ഇത് നമ്മുടെ പലർക്കും ഇതറിയില്ല. എല്ലാവർക്കും അത് നിസ്സാരം, എന്താ ഹോർമോൺ 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 എന്നൊക്കെ എന്തോ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു മനുഷ്യനേ ഇല്ല, പലതരത്തിലും ഇല്ല. സെക്ഷുവലി ഇല്ല, സെക്ഷുവൽ ബിഹേവിയർ ഇല്ല, ഒരു സെക്ഷുവൽ തോന്നൽ ഉണ്ടാവാൻ ഹോർമോൺ വേണം ആണിനും പെണ്ണിനും. അങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യരാശി തന്നെ നിന്നു പോകുന്നത് ഈ ഹോർമോൺ കൊണ്ടാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, രമാദേവി എന്ന് പറയുന്ന ഒരാളാണ്. ആ, എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ദേവി പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. കേൾക്കാം ദേവി, പറഞ്ഞോളൂ. ദേവി എന്നല്ലേ പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് മെൻസസ് വരുന്നില്ല. ഹലോ ഡോക്ടർ. കേൾക്കാം, ചോദിച്ചോളൂ. ശരിക്കൂടി ഉറച്ചു. ആദ്യമൊക്കെ മരുന്നൊക്കെ കഴിക്കുമ്പോ വരുമായിരുന്നു. ഹലോ, ടിവിയുടെ വോളിയം. ഹലോ രമാദേവി, ആ ടിവിയുടെ വോളിയം കംപ്ലീറ്റ് കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. ആ കേക്കാം. കുറച്ച് ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിച്ചാൽ കുറച്ചും കൂടെ നന്നായി കേട്ടേനെ. ടിവിയുടെ വോളിയം കുറച്ചാൽ ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ കേട്ടേനേന്ന്. പറഞ്ഞോളൂ. എനിക്ക് മെൻസസ് വരുന്നില്ല. പിന്നെ ഞാൻ കുഞ്ഞിലെ വീണ വന്നേരം ഈ ഹോർമോണിന്റെ കുറവ് വല്ലതും ആണോ എന്താന്ന് അറിയത്തില്ല. എനിക്കിപ്പോ 35 വയസ്സുണ്ട്. അത് നമുക്ക് തനിയെ അറിയാൻ പറ്റത്തില്ല, ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ ഹോർമോണുകളെല്ലാം ചുരത്തുന്നതും ഉടനെ ചെല്ലുന്നത് ബ്ലഡിലേക്കാണ്. അപ്പോൾ രക്തം എടുത്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അളവ് മനസ്സിലാവുള്ളൂ. അപ്പം നേരെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. അതിനെല്ലാം മരുന്നുകളുണ്ട്, ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതൊക്കെ എടുക്കുമ്പം നമ്മുടെ എല്ലാ ഈ ഹോർമോൺ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഓക്കെ, അത് മതി. ഓക്കെ രമാദേവി, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ ഒരു ഹോർമോൺ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഹോർമോൺ എന്ന് പറഞ്ഞല്ലോ, അപ്പം ഇപ്പം നമുക്ക് സ്ത്രീകളിൽ ഉള്ള ഹോർമോൺ മാത്രം വെച്ചാൽ ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് 2 ആഴ്ചയായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, 2 എപ്പിസോഡായിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓരോരോ ഏജ് ഗ്രൂപ്പിൽ ഈ ഹോർമോൺ എങ്ങനെ ഒരു കുഞ്ഞ് തുടങ്ങുമ്പോൾ തൊട്ട് ഉള്ള, ഇപ്പോൾ ഫസ്റ്റ് അമ്മ ഗർഭിണിയായിരിക്കുന്നു. അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് തൈറോയിഡ് ഹോർമോൺ അമ്മയിൽ നോക്കും. അമ്മയുടെ തൈറോയ്ഡ് ഹോർമോൺ നോക്കണത് എന്തെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ ഹോർമോൺ കുറവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡ് എന്ന് പറയും. അങ്ങനെ ആവുമ്പോൾ കുഞ്ഞിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ച ബാധിക്കും. നമ്മളൊരു പക്ഷേ അത് ശ്രദ്ധിക്കാണ്ട് പോകുന്നു. വളരെ റിമോട്ട് ഏരിയാസിലൊക്കെ ഇപ്പോഴും അത് ടെസ്റ്റ് ചെയ്യലൊന്നുമില്ല. ഇതൊക്കെ സിറ്റിയിലാണല്ലോ ഇത്രയും അവയർനെസ്സും സംഗതികളും ഒക്കെ. കുറച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇപ്പം ഇന്ത്യയിൽ തന്നെ പല ഒത്തിരി റൂറൽ ഏരിയാസും ഒത്തിരി വിദ്യാഭ്യാസമില്ലാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം അവിടെ ഈ ഹോർമോണിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേസിക് ഈ ആൻറ്റിനേറ്റൽ കെയർ, അതായത് ഗർഭസമയത്തുള്ള കെയർ വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിലുള്ള ദൂഷ്യം, ഞാനൊക്കെ ഫസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അപ്പം വേണം അത്. എന്നുവെച്ചാൽ ആദ്യത്തെ കുച്ച് അതിൻ്റെ ഈ ബ്രെയിൻ ഫോർമേഷൻ ഉണ്ടാവുന്ന സമയമാണത്. ആ സമയത്ത് ഈ തൈറോയിഡ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ശരിയാക്കാനുള്ള അവസ്ഥ കിട്ടിയില്ലെങ്കിൽ, സപ്പോസ് നമ്മളത് അറിയാതെ പോയെങ്കിൽ കുട്ടി പിന്നെ ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയായിട്ട് വളരും. ക്രെറ്റിൻ എന്ന് പറയും. മന്ദബുദ്ധി മാത്രമല്ല, ഹൈറ്റ് കുറവായിരിക്കും, വയറ് ചാടിയിട്ട് അതൊരു പ്രത്യേക ഒരു രൂപമാണത്. ശരീരവും എല്ലാം ഹൈറ്റ്
എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസം ഉണ്ടാവും. സോ അത് അതൊരു നമ്മുടെ ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരമ്മ ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ട ഒരു പ്രയാസമായിരിക്കും. സോ അത് ആദ്യം അതായത് ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞിരിക്കുമ്പോഴേ തുടങ്ങുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഞാനിപ്പം പ്രശ്നങ്ങളിലൂടെ ഓരോരോ ഹോർമോൺസും പറയാം. അടുത്തത് ഷുഗർ നോക്കുമ്പോൾ നമ്മൾ അവിടെ നോക്കേണ്ടത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി. ഇപ്പം PCOD എന്നൊക്കെ ഉള്ള അസുഖങ്ങളുണ്ട്. പോളിസിസ്റ്റിക് ഓവറി ഉള്ള അമ്മമാർ നല്ല വണ്ണമുള്ളവരായിരിക്കും, നേരത്തെ ഷുഗറിൻ്റെ കൂടുതലും ഒക്കെ ഉള്ളവരായിരിക്കാം, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടായിരിക്കും കുട്ടികളുണ്ടായിരിക്കുന്നത്. അവർ വളരെ വളരെ കെയർഫുൾ ആയിരിക്കും. ഷുഗർ ലെവൽസ് പൊതുവേ ഷുഗർ ലെവൽ കൂടിയവരായിരിക്കും. സോ അവർ ഡയബറ്റിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ, നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, എന്റെ പേര് സ്മിത എന്നാണ്. സ്മിത, ഡോക്ടർ ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, ഇപ്പോ എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 1 year ആയി. ഇതുവരെ എനിക്ക് മെൻസസ് ഒക്കെ റെഗുലർ ആയിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് എനിക്ക് ബാക്ക് പെയിൻ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റും ഒരു സ്കാനും എടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് ചെയ്തപ്പോ പോളിസിസ്റ്റിക് ഓവറി ആണെന്ന് പറഞ്ഞു. അപ്പം പീരിയഡ്സ് റെഗുലർ ആയതുകൊണ്ട് പ്രോബ്ലം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ മാസം വരെ എനിക്ക് റെഗുലർ ആയിരുന്നു. പക്ഷെ ഈ മാസം എനിക്ക് പീരിയഡ്സ് ആയില്ല. അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്? അല്ല, അപ്പോൾ അതൊരു എക്സ്പേർട്ട് ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിക്കണം. കഴിവതും എനിക്ക് തോന്നുന്നു ഇൻഫെർട്ടിലിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്തവരെ കാണിച്ചാലുള്ള ഗുണം, അവർ ഒരുപാട് ഈ പോളിസിസ്റ്റിക് ഓവറി ഡീൽ ചെയ്യണവരായിരിക്കും. ഒരു ജനറൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നതിനെക്കാട്ടിലും ഇൻഫെർട്ടിലിറ്റിസ്റ്റിനെ കാണിച്ചാൽ അവർക്കിതിൽ കുറച്ചും കൂടി പാണ്ഡിത്യം കാണും. അവർ നല്ല രീതിയിൽ ഇത് ഡീൽ ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോർമോൺസ് നോക്കണം. അതെ. അതിൻ്റെ എല്ലാം ബേസ് എന്തെന്ന് വെച്ചാൽ പുരുഷ ഹോർമോണുകൾ സ്ത്രീയിൽ കൂടി പോകുന്നതാണ് ഇതിൻ്റെ ഒരു ബേസിക് PCODയുടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ പല ആംഗിളിൽ ട്രീറ്റ് ചെയ്യണം. അതായത് ഇപ്പം മരുന്നുകൾ മാത്രമല്ല, വെയിറ്റിൻ്റെ റിഡക്ഷൻ ഒരു അത്യാവശ്യമാണ്, എക്സസൈസ് അത്യാവശ്യമാണ്, പിന്നെ ഹെൽത്ത് അഡ്വൈസ് അത്യാവശ്യമാണ്, ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ PCOD എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റ ഗുളിക കൊണ്ടോ ഒറ്റ മരുന്ന് കൊണ്ടോ ഒന്നും മാറുന്നതല്ല. സോ അപ്പം അത് അറിയാവുന്നുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ തന്നെ ഒരു ഹെൽപ്പ് നിങ്ങൾ ഇത് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഈ മെയിൽ ഹോർമോൺ ലെവൽസ് കൂടിയിരിക്കും, ഷുഗർ ലെവൽസ് കൂടിയിരിക്കും, ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറഞ്ഞ് നോക്കും, ഇൻസുലിൻ ലെവൽസ് കൂടുതലായിരിക്കും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഗതി എന്ന് വെച്ചാൽ ബോഡിയിൽ ഷുഗർ ലെവൽ കൂടിയിരിക്കാൻ കാരണം ഇൻസുലിൻ വന്നിട്ട് ഉണ്ടെങ്കിൽ പോലും അത് സെൻസിറ്റീവ് ആയിരിക്കും. അതിന് ഗ്ലൂക്കോസിനെ ടിഷ്യൂസിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓക്കെ, സോ നല്ലൊരു എക്സ്പേർട്ടായിട്ട് ഈ കാര്യങ്ങൾ അധികം ഡീൽ ചെയ്യുന്ന ഒരു ആളിനെ തന്നെ കാണണം. എല്ലാവർക്കും PCODയുടെ നല്ല ഒരു അനലൈസ്ഡ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ സ്മിത, താങ്ക് യു ഫോർ. എവിടെന്നാ വിളിക്കുന്നേ? ഹലോ, എവിടെന്നാ വിളിക്കുന്നേ? ഇപ്പൊ എനിക്ക് റെഫർ ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാൻ ട്രിവാൻഡ്രത്താണ്, പുനർജനി ഹോസ്പിറ്റൽ, പേരൂർക്കട. വന്ന് കാണണമെങ്കിൽ കാണാം. PCOD പേഷ്യൻസ് ഒത്തിരി പേരുണ്ട്. നമ്മൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി PCOD നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്മിത, ഡോക്ടറുടെ നമ്പർ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, വിളിച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കുഞ്ഞു വയറ്റിൽ കിടക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിലുള്ള ഹോർമോൺസ്, ഡയബറ്റിക്കിൻ്റെ. അതെ, അപ്പം നമ്മൾ ഇങ്ങനെ ഞാൻ ഒരു ഒഴുക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരു അമ്മയുടെ നിന്ന് കുഞ്ഞ് വരുമ്പോൾ തൊട്ടുള്ള ഹോർമോണുകളുടെ പ്രശ്നങ്ങളും. അപ്പോൾ അത് പിന്നെ ഇൻസുലിൻ എന്നുള്ള ഇത് അമ്മയിൽ കുറയുമ്പോൾ ആണ് ഈ അമ്മ ഡയബറ്റിക് ആവുന്നത്. അപ്പോൾ അമ്മ ഡയബറ്റിക് ആവുമ്പം അതും കുഞ്ഞിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. അമ്മയ്ക്ക് ഷുഗർ കൂടി നിൽക്കുമ്പം കുഞ്ഞിനെ ഉള്ള ആ ഒരു പ്രശ്നം നല്ല
കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ അമ്മയുടെ ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോഴേ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഷുഗർ കൂടി നിൽക്കുന്ന സ്ഥിതിയിൽ ആദ്യത്തെ 3 ആഴ്ചകളിലാണ് ഈ എല്ലാ അവയവങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പം കുഞ്ഞിന് വളരെയധികം അംഗവൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ അമ്മയ്ക്ക് ഷുഗർ കൂടി നിൽക്കുന്നു, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, അമ്മ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, അമ്മ അത് അറിയുന്നില്ല. ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ട് ഇപ്പോഴും 3 മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഡോക്ടർ മരുന്ന് തന്നുകളയും എന്നൊക്കെ പറയുന്നവരുണ്ട്, ഡോക്ടർ ഇത് ദോഷം ചെയ്യും പോലെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇതുപോലത്തെ പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം 3 മാസം കഴിഞ്ഞൊക്കെ കാണാൻ വരുമ്പോഴത്തേക്കും നല്ല ഹൈ ഷുഗറുമായിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 4-ാം മാസത്തെ അനോമലി സ്കാൻ എന്ന് പറയും, കുഞ്ഞിൻ്റെ അംഗവൈകല്യങ്ങൾ അറിയാനുള്ള ഒരു സ്കാൻ ഉണ്ട്. അപ്പോൾ ആ സ്കാൻ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല ഷുഗർ കൂടിയ അമ്മയാണെങ്കിൽ നിറയെ ഒരു പലതരത്തിലുള്ള ഹാർട്ടിൻ്റെ ഫേസിൻ്റെ ഒക്കെ ഒത്തിരി അംഗവൈകല്യങ്ങൾ ആ കുട്ടിയിൽ കാണാൻ പറ്റും. നേരെ മറിച്ച് അത് ആദ്യത്തെ ദിവസം മുതലേ കൺട്രോൾ ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ആ ഒരു നമ്മൾ ആ ഒരു ചെറിയ ഇവിടെയൊക്കെയാണ് ഒരു ഡോക്ടറുടെ ഇമ്പോർട്ടൻസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു ഗർഭിണിയിൽ ഒന്നുമില്ലാത്തപ്പോൾ നമുക്ക് തോന്നുമോ ഗർഭധാരണം സിമ്പിളാണെന്ന്, ഡോക്ടറുടെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നും. പക്ഷേ അല്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അപ്പം ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ എന്തുമാത്രം ദോഷങ്ങൾ ചെയ്യാൻ പറ്റും അത് കുറയുമ്പോൾ. തൈറോയിഡ് കുറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ, അതേപോലെ ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ അമ്മയിൽ കുറയുമ്പോൾ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ട്, കുട്ടിക്ക് ഒത്തിരി അംഗവൈകല്യങ്ങൾ വരും. അപ്പോൾ 3 മാസത്തിലാണ് നമ്മൾ കാണണമെങ്കിൽ അപ്പോൾ അബോർട്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ അങ്ങനത്തെ ഒരു കുഞ്ഞിനെ നമുക്ക് ഹാർട്ടിൽ വന്നിപ്പോൾ ഒരു ചെറിയ ഇത് ഞാൻ പറയാം, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഹാർട്ടിൽ 4 അറകൾ വേണം, ചിലപ്പോൾ 3 അറകളെ കാണുള്ളൂ. അപ്പോൾ അതിന് വെളി വന്നാലും ജീവിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. സോ അതായിരിക്കും അവരുടെ. അപ്പം വെറുതെ അവർക്കൊരു മാനസികമായിട്ടുള്ള ഇത് വരും. അപ്പം നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഡോക്ടറിനോട് സംസാരിക്കണമായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ ഇത് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നവംബറിൽ എനിക്ക് ഇതുപോലെ ലോവർ അബ്ഡോമിനൽ പെയിൻ വന്നപ്പം ഡോക്ടറിനെ കാണിച്ചു. അപ്പം എനിക്ക് ഇതുപോലെ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കിന് സിസ്റ്റാന്ന് പറഞ്ഞായിരുന്നു. അത് കോർപ്പസ് ലൂട്ടിയസ് സിസ്റ്റാന്നാ പറഞ്ഞത്. പിന്നീട് ഞാനിവിടെ നാട്ടിൽ വന്ന് കാണിച്ചപ്പോ കഴിഞ്ഞ മാസം കാണിച്ചപ്പോ എനിക്കത് എൻഡോമെട്രിയോസിസ് ആന്ന് പറഞ്ഞേ. ഓ, അത് ശരി. എത്ര സൈസ് ഉണ്ട്? മാം ഇപ്പൊ അത് ലേറ്റസ്റ്റ് 3.3 പറഞ്ഞേക്കുന്നത്. അപ്പം കാണിച്ച ഡോക്ടർ പറഞ്ഞു ഉടനെ ലാപ്രോസ്കോപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഓഹോ, 3.3 ഒരു സൈഡിലേ ഉള്ളൂ? റൈറ്റ് സൈഡിൽ മാം 3.3, ലെഫ്റ്റ് സൈഡിൽ എനിക്ക് 1.5 അങ്ങനെ പറഞ്ഞത്. ഓക്കെ. 4 താഴെയാണെങ്കിൽ യൂഷ്വലി നമ്മൾ ലാപ്രോസ്കോപ്പിക്ക് പോകാറില്ല, ഓപ്പറേറ്റീവ് ആയിട്ട് ചെയ്യാറില്ല. 4 താഴെയാണെങ്കിൽ നമ്മൾ അതിനൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് എൻഡോമെട്രിയോസിസിന്, അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്ത് നോക്കിയിട്ട് സൈസ് കുറയുന്നുണ്ടോയെന്ന് നോക്കും. ടാബ്ലറ്റും ഇഞ്ചക്ഷൻസും ഉണ്ട് സൈസ് കുറയാൻ വേണ്ടിയിട്ട്. സോ യൂഷ്വലി എബവ് 4 ആണ് നമ്മൾ പറയുന്നത് ലാപ്രോസ്കോപ്പി. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഡോക്ടർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അതിൻ്റെ റിപ്പോർട്ട്സ് ഒന്നും കാണാതെ എനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഈ പീരിയഡ് ടൈമിൽ വല്ലാണ്ട് പെയിൻ വരുന്നുണ്ടോ? ഒരു 3-4 hours പെയിൻ കാണും. അപ്പൊ ഞാനൊരു പെയിൻ കില്ലർ പാരസെറ്റമോൾ എന്തെങ്കിലും കഴിച്ച ഉടനെ അതങ്ങ് കുറയും. ഈ 3-4 hours ഉണ്ടാവത്തുള്ളൂ എങ്ങനെയാണെങ്കിലും. ഏജ് എത്രയാ? ഏജ് 27. കുട്ടികളുണ്ടോ? ഇല്ല മാം.
മാരേജ് കഴിഞ്ഞിട്ട് 11 months ആവുന്നതേ ഉള്ളൂ. അപ്പം ഈ സ്പൈനിന്റെ സർജറിയും കൂടെ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ വിചാരിച്ചൊരു 1 year ഗ്യാപ്പ് വെച്ചുകൊണ്ട് നെക്സ്റ്റ് ഇയർ ട്രൈ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഈ ഒരു ഡോക്ടർ പറഞ്ഞു ഉടനെ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന ഉടനെ കൺസീവ് ആവണം, അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ചിലപ്പം കൺസീവ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു. ഒരുമാതിരി ഒരു സിറ്റുവേഷനിലാണ്. ഉടനെ നമ്മള് അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഈ ലാപ്രോസ്കോപ്പി പറഞ്ഞിരിക്കുന്നത് കൺസീവ് ചെയ്യാനുള്ള മോട്ടിവേഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് നിങ്ങൾക്കൊരു 6 months കൂടി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മതി, ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവില്ല, അത് അങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനം നിങ്ങളുടെയാണ്. ഓക്കെ, അത് ഡോക്ടറോട് സംസാരിച്ചോളൂ, അതല്ലേ നല്ലത്. ഓക്കെ, ഇൻക്രീസ് ആകും തീർച്ചയായിട്ടും. പക്ഷെ ആ 4 താഴെ ഇരിക്കുമ്പം ഉടനെ തന്നെ മെഡിസിൻസും ഇഞ്ചക്ഷൻസും സ്റ്റാർട്ട് ചെയ്താൽ സൈസ് കുറയാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഈ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ നമുക്ക് സൈസ് കുറച്ച് പിന്നെ നമ്മളൊരു 6 months ഗ്യാപ്പ് കഴിയുമ്പോൾ കൺസീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, അതോ അത് ഇപ്പോഴേ ഇപ്പൊ പ്രവചിക്കാനൊന്നും പറ്റില്ല കുട്ടി. നമുക്കിനി ഈ പറഞ്ഞ പോലെ ട്രീറ്റ് ചെയ്ത്, ഇറ്റ് ഈസ് എ ഹ്യൂമൻ ബോഡി, ഈ നമുക്ക് ഓരോരുത്തരും ഓരോ പോലെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. സോ വി ഹാവ് ടു സീ, വെയിറ്റ് ആൻഡ് സീ, ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ യു ടോക്ക് വിത്ത് യുവർ ഡോക്ടർ, അതാണ് നല്ലത്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഫോർ ദ കോൾ. ഡോക്ടർ, കുഞ്ഞുമായിട്ട് കിടക്കുമ്പോൾ രണ്ട് ഹോർമോൺസ് കുറിച്ച്, അപ്പം അംഗവൈകല്യങ്ങൾ ഉണ്ടാവുന്ന, അപ്പൊ ഹോർമോൺസ് എന്ത് മാത്രമാണ് നമ്മുടെ ജീവിതശൈലിയെ അല്ലെങ്കിൽ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു ജനിക്കാൻ പോണ കുഞ്ഞിനെ വരെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സപ്പോസ് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതെല്ലാം വന്നു, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതല്ല, പിന്നെ ഈ ഷുഗർ തന്നെ ചിലപ്പോൾ ആദ്യ ദിവസങ്ങളിൽ കൂടുതലില്ല, ഒരു 7 മാസം കഴിഞ്ഞ് നല്ലോണം ഷുഗർ കൂടി അമ്മയ്ക്ക്. അപ്പം കൺട്രോൾ ഇല്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അവരും വലിയ മൈൻഡ് ചെയ്തില്ല, ഡോക്ടറും പറയണത് അവർ കേട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ പിന്നെ വരാവുന്നുള്ളത് കുഞ്ഞിന് വലിയ വൈകല്യങ്ങൾ വരില്ല. കാര്യം വെച്ചാൽ അപ്പോഴും എല്ലാ അവയവങ്ങളും ഒക്കെ വന്നല്ലോ, കുഞ്ഞ് നല്ല വലിയ സൈസാവും, 4.5 കിലോ ഒക്കെ വരും. അപ്പോൾ പിന്നെ അടുത്തത് വരാൻ പോണത് സിസേറിയൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് അനാവശ്യമായിട്ടൊരു സിസേറിയനിലേക്ക് അതിനുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നം ആദ്യത്തെ 24-48 മണിക്കൂർ അവരെപ്പോഴും ഷുഗർ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും അവർക്ക്, കുഞ്ഞുങ്ങളുടെ. അതാണ്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ആക്ച്വലി ഇത് ഗ്ലൂക്കോസ് ഡ്രിപ്പൊക്കെയാണ് ഇടുന്നത്. കാര്യം വെച്ചാൽ കുഞ്ഞിങ്ങനെ ഷുഗറിൽ താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കും. അമ്മയ്ക്ക് ഹൈ ഷുഗർ ഉള്ളതുകൊണ്ട് നേരെ മറിച്ചായിരിക്കും കുഞ്ഞിന് വരുന്നത്. ആ ഇൻസുലിൻ ഇഫക്റ്റ് മുഴുവൻ കുഞ്ഞിൻ്റെ ബോഡിയിൽ വരും. അപ്പം കുഞ്ഞിങ്ങനെ ഇൻസുലിൻ എടുത്ത പോലെ ഷുഗർ താഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പം അത് കുഞ്ഞിന് ഡേഞ്ചറസ്. അപ്പം ചിലപ്പം ഡ്രിപ്പൊക്കെ ഇടേണ്ടി വരും. അപ്പം അങ്ങനത്തെയൊക്കെ ഓരോ ഇത് എല്ലാം ദോഷവശങ്ങൾ തന്നെയാണ്. സോ നെക്സ്റ്റ് അതൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് അടുത്തത്, ഇപ്പം ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് വെച്ചോളൂ, അത് വളർന്നു വരുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ഒരു 10-12 വളർച്ച, ഫസ്റ്റ് വളർച്ച നമ്മൾ ആ കുഞ്ഞ് വളർന്നു വരുന്ന അത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺസ് എന്ന് വെച്ചത് അത് നമുക്കിനി അത് ഇപ്പോൾ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്, ഇപ്പൊ കുഞ്ഞു ജനിച്ചു, കുഞ്ഞിന് പാല് കൊടുക്കാൻ അമ്മയ്ക്ക് പ്രേരിപ്പിക്കുന്നത് ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ. അപ്പൊ അത് തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു ഹോർമോൺ. അപ്പം തലച്ചോറിന്റെ ഒരു ഭാഗത്ത് നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. അപ്പൊ അത് ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് പാല് ചുരത്തുള്ളൂ. അതാണ് അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് പോലും ഒരു ഹോർമോൺ വേണം. അല്ലാതെ അത് നാച്ചുറലായിട്ട് അല്ലാതെ അങ്ങ് ഉണ്ടാവുന്നതല്ല. അത് പുറത്തോട്ട് വരണമെങ്കിൽ, കുഞ്ഞിന് കിട്ടണമെങ്കിൽ ആ ഹോർമോൺ ആക്ട് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും ഉണ്ട് ഓരോ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ്, ഇനി കുഞ്ഞ് ജനിച്ചു, ഇനി അത് വളരണമെങ്കിൽ, ഹൈറ്റ് വെക്കണമെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ എന്നൊരു ഹോർമോൺ ഉണ്ട്.
അതും തലച്ചോറിൽ നിന്ന് തന്നെയാണ്. പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഗ്രന്ഥി ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. തലച്ചോറ് ഇങ്ങനെ, ദാറ്റ് ഇസ് ബ്രെയിൻ ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ബിലോ ദ ബ്രെയിൻ ഇസ് ലൈക്ക് ദിസ്, ബിലോ ദ ബ്രെയിൻ, അങ്ങനെ ചെറിയൊരു സാധന. പക്ഷെ ഒരു 100,000 പ്രശ്നങ്ങളും നന്മകളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സോ അവിടെ നിന്ന് ഈ ഗ്രോത്ത് ഹോർമോൺ വരും. ഗ്രോത്ത് ഹോർമോൺ കറക്റ്റായിരുന്നാൽ മാത്രമേ, ഇപ്പം ആൺകുട്ടികൾക്ക് അതിൻ്റെ ഇത് സെക്രീഷൻ കൂടുതലായിരിക്കും. അതാണ് അവരുടെ ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലും. അതേപോലെ പെൺകുട്ടികൾക്ക് ആ ഒരു ലെവലിന് താഴെ നിൽക്കുകയുള്ളൂ. അതാണ് അവരുടെ ഹൈറ്റ് ഒരു ലെവലിനും താഴെ നിൽക്കുന്നത്, അവരുടെ ആവറേജ് മീഡിയത്തിൽ നിൽക്കുന്നത്. സോ അത് ആദ്യം കുഞ്ഞ് വളരാൻ തന്നെ ഒരു ഹോർമോൺ വേണം. പിന്നെ അത് കഴിഞ്ഞ് അവൾക്ക് ഒരു സെക്ഷുവൽ മെച്യൂരിറ്റി വരാൻ, അതിനും ആദ്യം ഈ തലച്ചോറിൽ നിന്ന് വരുന്ന 1-2-3 ഹോർമോൺ വേണം. സെക്ഷുവൽ ഹോർമോൺസ് നമ്മൾ പറയും. ആ ഹോർമോൺസ് ഉണ്ടെങ്കിലേ അവൾ ഈ രുതുമതിയാവുള്ളൂ. ദാറ്റ് ഇസ് ആദ്യമായിട്ട് ഈ മാസക്കുളി ഉണ്ടാവുന്ന മെനാർക്കി ഉണ്ടാവുള്ളൂ. അത് ഫസ്റ്റ് ഫങ്ഷൻ ചെയ്യണം. അത് ഫങ്ഷൻ ചെയ്ത് അത് ബ്ലഡിലോട്ട് വരുമ്പോഴായിരിക്കും ഇവൾ ആദ്യമായിട്ട് ഈ മെൻസസ് പീരിയഡ്സ് ആവുന്നതും വലിയ കുട്ടിയായി എന്ന് മെച്യൂരിറ്റി വന്നു എന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞു നടക്കുമല്ലോ. ദാറ്റ് ഈസ് ഒരു വലിയ കാര്യമായിട്ട്, അതെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരണം. തൈറോയിഡ് എന്ന് പറയുന്ന ഹോർമോണും അതിൽ ഇൻവോൾവ് ആണ്. തൈറോയിഡ് നേരെ പ്രവർത്തിക്കണം. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 10-12 ഹോർമോൺ ഒരുമിച്ച് പ്രവർത്തിച്ചാലേ ഒരു പെൺകുട്ടിക്ക് ഋതുമതിയാവാൻ പറ്റും. ദാറ്റ് ഈസ് മെനാർക്കി വരുള്ളൂ, അവർക്ക് ശരിക്കും മാസക്കുളി വരുള്ളൂ. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കാർത്തിയാണ്, തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. കാർത്തി, ഡോക്ടർ ചോദിച്ചോളൂ. മാം, എനിക്കിപ്പോ 21 വയസ്സുണ്ട്. എനിക്ക് പീരിയഡ്സ് ഇറഗുലർ ആണ്. അപ്പൊ നമ്മള് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോ പോളിസിസ്റ്റിക് ഓവറി ചെറിയതായിട്ട് ഉണ്ടെന്ന് കണ്ടു. അതിന് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അധികം മെലിഞ്ഞിട്ടാണ്, വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ പീരിയഡ്സ് റെഗുലർ ആവാനായിട്ട് പിന്നെ ടാബ്ലറ്റ് തന്നു. അപ്പൊ ആ ഒരു മന്ത് കുഴപ്പമില്ലായിരുന്നു, പിന്നെയും പഴയ പോലെ തന്നെയായി. ട്രീറ്റ്മെന്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, ചെറുതായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഹോർമോൺസ് ഒക്കെ ടെസ്റ്റ് ചെയ്തിരുന്നോ? ഹോർമോൺസ് ചെക്ക് ചെയ്ത് എല്ലാം നോർമൽ ആണ്. ഹോർമോൺസും തൈറോയിഡും ഒക്കെ ചെക്ക് ചെയ്തു. അതൊക്കെ നോർമൽ ആയിരുന്നു. സ്കാൻ? അതെ, സ്കാനും ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴാണ് ചെറിയ രീതിയിൽ, പക്ഷെ അത് പ്രോബ്ലം ആക്കാനൊന്നുമില്ല, എല്ലാം ഓൾ റൈറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പീരിയഡ്സ് മിസ് ചെയ്യുന്നില്ലേ? ഉണ്ട്, പീരിയഡ്സ് ഇപ്പോഴും ടാബ്ലറ്റ് കഴിച്ചിട്ടും ശരി കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഒരു ബ്ലഡ് കുറവാണ്, ബ്ലാക്ക് കളറിലെ ഒരു ഫ്ലൂയിഡ് ആണ് പോകുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം പോളിസിസ്റ്റിക് ഓവറി അതിൻ്റെതായ കാഠിന്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം. ഇന്റൻസിറ്റി കൂടിക്കൂടി വരുന്നു എന്നർത്ഥം. അപ്പോൾ കുറച്ചും കൂടെ ഭേദപ്പെട്ട് കഴിവതും ഈ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ബെറ്റർ കെയർ കിട്ടും. ഈ പോളിസിസ്റ്റിക് ഓവറി തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഭാവിയിൽ കുഞ്ഞുങ്ങളില്ലാണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡിസീസാണ് കേട്ടോ. ഓക്കെ കാർത്തി, താങ്ക് യു ഫോർ കോളിംഗ്. നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ വട്ടിയൂർക്കാവിലാണ് വിളിക്കുന്നത്, അശ്വതിയാണ്. അശ്വതി, ഡോക്ടർ ചോദിച്ചോളൂ. അശ്വതി. ഹലോ. അശ്വതി, അത് ഞാൻ 3 മാസം പ്രഗ്നന്റ് ആയപ്പോ എനിക്ക് അബോർഷൻ ആയിരുന്നേ. അപ്പൊ അത് എന്റെ ഓവർ സ്ട്രോങ് അല്ലെന്നാ പറഞ്ഞേ. അപ്പൊ അത് ഇപ്പോ ഹോർമോൺ ഇംബാലൻസ് ആണ്, അത് ഇങ്ങനത്തെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു തരാമോ? ഓവം സ്ട്രോങ് അല്ല. ഓവം സ്ട്രോങ് അല്ല, അപ്പൊ കുട്ടി അൺഹെൽത്തി അല്ലായിരുന്നു, അതുകൊണ്ട് ബ്ലീഡ് ചെയ്ത് അബോർഷൻ ആയെന്നാ പറഞ്ഞേ. എനിക്ക് ഒറ്റ വാക്കിലൊക്കെ ചോദിച്ച് എന്നോട് ട്രീറ്റ്മെന്റ് ഒക്കെ ചോദിച്ചാൽ ഞാൻ ഓടി പോവുകയുള്ളൂ. ആദ്യം എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം കുട്ടി ഒരു കാര്യം ചെയ്യും, വട്ടിയൂർക്കാവിലല്ലേ, ഞാൻ തൊട്ടടുത്ത് പേരൂർക്കട തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് പുനർജനി ഹോസ്പിറ്റലാണ്, അവിടെ ഒന്ന് ഈ റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് കൊണ്ടുവരിക.
ഈ ഓവം ഇതിനു മുമ്പ് എനിക്ക് 15 വയസ്സായപ്പോ ഒരു ഓവറിസിസ്റ്റ് ഉണ്ടായിരുന്നു. ലാപ്രോസ്കോപ്പിയിൽ ഇത് മാറ്റിയായിരുന്നു. എല്ലാ റിപ്പോർട്ട്സും ഒന്ന് കൊണ്ടുവരാം. എനിക്കിത് ഒന്നും കാണാതെ ഈ ഓവം സ്ട്രോങ് അല്ല എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ വേർഡ് അല്ല കേട്ടോ. അപ്പം അതിൻ്റെ ശരിക്കുള്ള കാരണം എന്താണ്, അതെന്താണെന്നൊന്ന് നോക്കി അതിൻ്റെ ഒരു പ്രതിവിധി പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. എന്നാലേ എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഓവം സ്ട്രോങ് അല്ലാന്ന് ഒരു മെഡിക്കൽ വേർഡായിട്ട് ഒരിക്കലും നമ്മൾ പറയാറില്ല, മനസ്സിലായില്ലേ? ഓക്കെ, ഓവുലേഷൻ ശരിയല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഓവുലേഷൻ ഹെൽത്തി അല്ല എന്ന് പറയും. ഓക്കെ, സോ അതിനൊന്നും ഒറ്റ വാക്കിലുള്ള ട്രീറ്റ്മെൻറ്റും ഇല്ല. റിപ്പോർട്ട്സ് കാണാതെ ഒരു ഹ്യൂമൻ ബോഡിയാണ് ഇത്. നമ്മൾ ഒരാളെ കാണാണ്ട് ഒരു കാര്യവും അഡ്വൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓക്കെ അശ്വതി, ഈ സ്ക്രീനിൽ ഡോക്ടറുടെ നമ്പർ കാണുന്നുണ്ട്, വിളിച്ചിട്ട് ചെന്നോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പെൺകുട്ടി കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള ഹോർമോൺസ്. അപ്പൊ എത്ര ഹോർമോൺസ് വേണമെന്നറിയാമോ? ഈ തലച്ചോറിൽ നിന്ന് വരുന്ന സെക്സ് ഹോർമോൺസ് അതന്നെ 3 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തൈറോയിഡ് നേരെ ഇങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെയും മുകളിൽ വേറെ ഒന്നുണ്ട്, ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ്. അതിൽ നിന്ന് റിലീസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ പോയാൽ ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്യും. അത് എല്ലാം ഉണ്ടെങ്കിൽ ഈ ഹോർമോൺസ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ നിന്ന് നേരെ താഴെ വന്നാൽ തൈറോയിഡ് ഗ്രന്ഥികൾ. അതിൻ്റെ തൈറോക്സിൻ എന്നുള്ള ഹോർമോണ് ഈ ഒരു കുട്ടി ആദ്യമായിട്ട് മാസക്കുളി വരാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് ഈ പ്രൊലാക്റ്റിൻ എന്നുള്ള ഹോർമോൺ പറഞ്ഞല്ലോ, ആ ഹോർമോൺ ചിലപ്പം കൂടിപ്പോയാലും അണ്ടോൽപാദനം നടക്കത്തില്ല. അത് അമ്മയ്ക്ക് പാല് ചുരത്താൻ വേണം, പക്ഷെ അത് കൂടി നിന്നാൽ അണ്ടോൽപാദനം നടക്കുകയില്ല. നല്ലതും ചീത്തയും ചെയ്യാൻ പറ്റും അതിന്. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് വന്നാൽ അണ്ടോൽപാദനം നടക്കാൻ വേണ്ടിയിട്ട് ഓവറി തന്നെ ഉണ്ടാക്കുന്ന ഹോർമോണുകളുണ്ട്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. സോ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാസക്കുളി വരുള്ളൂ, മനസ്സിലല്ലേ? സോ അങ്ങനെ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെയും ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ ഒത്തിരി അധികം സംഭവങ്ങൾ ഇതിലെല്ലാം ചെറിയ ചെറിയ ഹോർമോൺസ് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. അതാണ് അതിന്റെ പെർട്ടിക്കുലർ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി മാത്രമല്ല, അത് നമുക്ക് തന്നെ അതിശയം തോന്നും, ഇത് എങ്ങനെയാ ഇത്ര ഭംഗിയായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നതെന്ന്. കൃത്യമായിട്ട് ആ ഒരു 13-ാം ദിവസം കഴിയുമ്പം ഇത് നിലയ്ക്കും. അപ്പോഴത്തേക്കും മോളിൽ നിന്ന് വേറൊരു ഹോർമോൺ വരും, LH എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആണ് അണ്ടോൽപാദനം നടക്കുന്നത്. അപ്പൊ അത് കുറയും. അപ്പോഴത്തേക്കാണ് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നത്. അത് ആ 14-ാം ദിവസം കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് നിലയ്ക്കും, മാസക്കുളി വരും. സോ ഇത് ശരിക്കും നമ്മൾ നോക്കിയാൽ നല്ല ട്യൂൺ ചെയ്ത് സിംഫണി എന്ന് പറയില്ലേ, നല്ല ഒരു നമ്മളിങ്ങനെ എഴുതി ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു മ്യൂസിക് ബാൻഡിന്റെ ഒരു വലിയ ഒരു മ്യൂസിക് അറിയാവുന്നുള്ളൊരു കണ്ടക്ടർ ചെയ്യുന്ന അത്രയ്ക്ക് ഭംഗിയായിട്ട് നമുക്ക് അത് അത്ര ഭംഗിയായിട്ട് നമ്മളത് മനസ്സിരുത്തി അതൊക്കെ മനസ്സിലാക്കിയാൽ വളരെ ദൈവികമായിട്ടുള്ള ഒരു സംഭവമാണത്. എന്ന് വെച്ചാൽ ദൈവത്തിന് മാത്രമേ ഇത്രയും ഭംഗിയായിട്ട് ക്രിയേഷൻ പറ്റുള്ളൂ. അപ്പൊ അത്ര കറക്റ്റാണത്. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരിക്കലും ഇത്രയും ക്ലീൻ ആയിട്ട് ഒരു ചാർട്ടിങ് പറ്റത്തില്ല. നമ്മൾ എത്ര മരുന്നൊക്കെ കൊടുത്ത് ചാർട്ട് ചെയ്യാൻ നോക്കിയാലും ഇതിനെല്ലാം നമുക്ക് ഒരേപോലെ ചാർട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. സോ അത് ഈ കൃത്യമായിട്ട് അതിൻ്റെ നാച്ചുറൽ ചാർട്ടിങ് ആണ് ഇതെല്ലാം. അതെല്ലാം വന്ന് കൃത്യമായിട്ട് വന്ന് അതിൽ ഒരു ചെറിയ മൈക്രോഗ്രാമിലൊക്കെയാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. മൈക്രോഗ്രാം എന്ന് പറഞ്ഞാൽ 1000-ലും 10,000-ലും ഒക്കെ ഒന്നാണ് മില്ലിഗ്രാമിൻ്റെ. സോ അപ്പോൾ അതിൽ ഒരു ചെറിയ വ്യത്യാസം വരുമ്പോഴാണ് ഇത് വരാണ്ടിരിക്കുക, ഇല്ലാണ്ട് പോവുക, അണ്ടോൽപാദനം നടക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ. പെൺകുട്ടികളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കൂടുതൽ അത് മറച്ചു വരുന്ന, അത് ദോഷകരമായിട്ട് വരുന്നത്. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി പോലത്തെ ഒരു അവസ്ഥകൾ വന്നാൽ, അതായത് ഓവറിയിൽ നിറയെ കുമിളകൾ പോലത്തെ സംഗതികൾ വന്നു കഴിഞ്ഞാൽ ഈ മാസക്കുളി വരത്തില്ല. കാരണം അണ്ടോൽപാദനം നടക്കുന്നില്ല. അതിന് പകരം ഈ കുമിളകളിൽ നിന്ന് പുരുഷ ഹോർമോണുകൾ ഉണ്ടായി തുടങ്ങും. അപ്പൊ ഒരു സ്ത്രീയിൽ അത്രയധികം പുരുഷ ഹോർമോൺ വേണ്ട. അപ്പൊ അത് വന്നു തുടങ്ങും. മുഖത്തുള്ള മുടി വളർച്ചയെല്ലാം കാണാം, മീശ, താടി, അതുപോലുള്ളത്, മുടി പൊഴിച്ചില്, സ്കിന്നിലെല്ലാം പ്രോബ്ലംസ്, പിന്നെ നല്ല വണ്ണം വെക്കല്, പിന്നെ കുട്ടികൾ ഉണ്ടാവാതെ വരിക. എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ
ഈ നല്ല രീതിയിലുള്ള അണ്ടം, അതായത് എഗ്സ് ഉണ്ടാവില്ല. നല്ല എഗ്സ് ഉണ്ടായാൽ മാത്രമേ അത് നല്ലൊരു ബീജവുമായിട്ട് ചേർന്ന് ഒരു കുട്ടിയായി മാറാൻ പറ്റുള്ളൂ. അപ്പോഴാണ് വന്ധ്യത എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ ഹോർമോൺസ് ഈ പോളിസിസ്റ്റിക് വരുന്നതാണോ? ഈ പോളിസിസ്റ്റിക് ഓവറിയിൽ നിന്ന് വരുന്നത് ഈ പുരുഷ ഹോർമോണുകൾ കൂടി പോകുന്നു. അത് വേണ്ടാത്തൊരു സാധനമാണ്. പക്ഷെ അത് ആ ഒരു ഡിസീസിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പം അത് നമ്മുടെ ഈ ഫാറ്റിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്. സോ അപ്പം അങ്ങനെ ഒരു സംഗതി ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഇത്രയും പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നത്. സോ ഈ ഓരോന്നും ഇതല്ലാതെ ഇനി അടുത്തടുത്ത സ്റ്റേജിൽ ഇത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഒരു കുട്ടി ഋതുമതി ആയത് വരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞ് അവൾ ഗർഭിണിയാകണമെങ്കിൽ ഒത്തിരി ഒരു ചാർട്ട് ഓഫ് ഹോർമോൺസ് റെഡി ആയിരിക്കും. അതിനുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ ടീനേജിൽ കുട്ടികൾക്ക് സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരുമല്ലോ, അത് ഈ ഹോർമോൺസിന്റെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അത് തീർച്ചയായിട്ടും. കാര്യം എന്തെന്ന് വെച്ചാൽ അവര് ഫസ്റ്റ് തുടക്കത്തിലുണ്ടാവുന്ന ഈ ഹോർമോൺ ചേഞ്ചസ് ഈ ആദ്യമായിട്ടായിരിക്കും അവർ ഈ നോർമലിൽ നിന്ന് ഈ സ്ത്രീ ഹോർമോണിൻ്റെ ഒരു പ്രസരമുണ്ടാവുന്നത്, സ്ത്രീ ഹോർമോണിൻ്റെ ഒരു ഇഫക്റ്റ് അവരിൽ ഉണ്ടാവുന്നത്. അങ്ങനെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കുമായിരിക്കും അവർക്ക് ആദ്യം ഈ മാസക്കുളി ഉണ്ടാവുന്നത്. അത് വരുമ്പോഴത്തേക്കും അവർക്ക് നാച്ചുറലി ഒരു ചെറിയ ഒരു മെൻ്റൽ ടെൻഷനും ഒരു ബേസിക് ഇറിറ്റേഷനും വരും. ആ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാകും, അത് ഉറപ്പാണ്. ഒന്ന് ആ പീരിയഡ്സ് എന്നുള്ളത് ഒരു ഇറിറ്റേഷനാണ്. അവരുടെ അതുവരെയുള്ള ഒരു ഫ്രീഡം പോയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സെക്കൻഡ് തിങ്, ഇത് വന്നിട്ട് ഈ മാസക്കുളി വന്ന് തുടങ്ങുമ്പം ന്യൂട്രീഷൻ ബോഡിയിൽ നിന്ന് നാച്ചുറലി കുറഞ്ഞു തുടങ്ങും. അങ്ങനെ ന്യൂട്രീഷൻ കുറഞ്ഞു തുടങ്ങുമ്പം തീർച്ചയായിട്ടും കുട്ടിക്ക് തലച്ചോറിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ ന്യൂട്രീഷൻ്റെ അളവ് കുറയും. അപ്പം ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ കാണിക്കും കുട്ടി. അഡോളസൻ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഒരു 13 മുതൽ തുടങ്ങി ഒരു 16-17 വയസ്സ് വരെ അമ്മമാരുമായിട്ട് എനിക്ക് ദിവസവും കൗൺസിലിംഗ് ഉണ്ട്. അഡോളസൻ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. എന്ന് വെച്ചാൽ എന്നും അമ്മമാരുമായിട്ട് വഴക്കാണ്. അമ്മ ഇത് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ അവര് അങ്ങോട്ടേ ചെയ്യും. അപ്പൊ ഞാൻ മിക്കവാറും കണ്ടിട്ടുള്ളത് അമ്മമാർക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. അമ്മമാര് കുറച്ചും കൂടെ ഒരു അമ്മയായിട്ട് ഒരു ആക്ട് ചെയ്യാതിരിക്കുക കഴിവതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ജനറേഷനോട് ഒരു ഫ്രണ്ടിനെ പോലെ കൺസിഡർ ചെയ്യുക. ഇപ്പൊ ഇന്നലെ ഒരു അമ്മ കൊണ്ടുവന്നു, ഇഡ്ഡലി കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ വലിയ ബഹളം. അപ്പം ഞാൻ കൊച്ചിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റേ ഇത് ചോക്കോസ് ഇഷ്ടമാണോ, കോൺഫ്ലേക്സ് ഇഷ്ടം? അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, മറ്റേ ബ്രെഡ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ അത് കൊടുത്തൂടെ? അതും മുട്ടയുടെ വെള്ളം ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, അത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇഡലിയും ദോശയും മാത്രമേ ഉള്ളൂ. അത് അമ്മയുടെ നിർബന്ധമാണ്. സോ അപ്പം കുറേ അധികം ഈ കുട്ടിയെ നമ്മൾ വേണം സപ്പോർട്ട് ചെയ്യാൻ. ആ സമയത്ത് അവളുടെ ഹോർമോൺസ് ഇങ്ങനെ മാറി മറിയുക, ഒരു 10-14 ഹോർമോൺസ് ശരിക്കുള്ള സ്ഥാനത്തിലേക്ക് എത്താൻ നോക്കുക, അതൊരു ട്യൂൺ ആവാൻ നോക്കുകയാണ്. ആ സമയത്ത് അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം അമ്മ കൂടുതൽ ഫ്രണ്ട്ലി ആവണം. പിന്നെ അമ്മയും ശാഠ്യം പിടിക്കാതിരിക്കണം. ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ഇത് ചെയ്യാവൂ, ഇതെന്ത് ചെയ്യത്ത, അങ്ങനെയാണ് വീട്ടിൽ വഴക്കുണ്ടാവണം. അപ്പം അത് മാറ്റിയിട്ട് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് കുറേയൊക്കെ വിട്ടുകൊടുക്കണം നമുക്ക്. ചെറിയ കാര്യങ്ങൾ, ഇപ്പം ഒരു നേരം ഇതൊന്നും കഴിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നോക്കണം. അപ്പോൾ അത് ആണ് ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്നുള്ള ഏറ്റവും നല്ല ഇത്. അങ്ങനെയുള്ള കുട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, പിന്നെ അങ്ങനെ ആണെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അമ്മയെ വലിയ ഐഡലായിട്ട് കൊണ്ട് നടക്കുന്ന അമ്മയാണ് ഒരു ഭയങ്കര ഒരു തൻ്റെ ഒരു കഥാനായികയെ പോലെ കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളും ഉണ്ടായിട്ടുണ്ട്. അമ്മ വന്നിട്ട് അതുപോലെ നിൽക്കുന്ന അമ്മയോട് ഫ്രണ്ട്ലി ആയിട്ട് കോളേജിലെ എല്ലാ കാര്യങ്ങളും, സ്കൂളിലെ എല്ലാ കാര്യങ്ങളും, ഈവൻ ബോയ് ഫ്രണ്ട്സിൻ്റെ കാര്യം പോലും വന്ന് പറയുന്ന ആ ഒരു റാപ്പോ എപ്പോഴും വേണം. പ്രത്യേകിച്ച് അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു പീരീഡാണ്. ആ 13 തൊട്ട് 18 വയസ്സിനുള്ളിൽ അമ്മ ഈ ഹോർമോൺസ് വല്ലാണ്ട് മാറി മറിയുന്ന ഒരു സമയമാണ്. അത് കുട്ടിയുടെ കുഴപ്പമല്ല. അപ്പോൾ അമ്മ വളരെ സപ്പോർട്ടീവായിട്ടിരുന്നില്ലെങ്കിൽ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് കുട്ടി ഒരുപാട് തെറ്റായ വഴികളിലേക്ക് പോകും. അത് ഈ ഹോർമോൺസിൻ്റെ ഒരു വല്ലാത്ത
ഒരു എന്താ അധികമായിട്ട് ഉണ്ടായി പോകുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് ഉള്ളതിൻ്റെ പ്രശ്നമാണ്. ആ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ കുട്ടി ഒളിച്ചോടി പോയി, അല്ലെങ്കിൽ കുട്ടി വേറെ പല തെറ്റുകളിലേക്ക് പോയി ചെന്നില്ലെങ്കിൽ കുട്ടി അപകടങ്ങളിൽ ചെന്ന് പെട്ടു എന്നൊക്കെ വരും. ഇതെല്ലാം അപ്പം മൊത്തത്തിൽ നോക്കിയാൽ ഈ ലോകത്തെ എല്ലാ പ്രശ്നവും ഹോർമോണിന്റെ ആണെന്ന് തോന്നും. ഇപ്പൊ റേപ്പ് വരുന്നു, സിമ്പിളായിട്ട് ഞാൻ അത് പറഞ്ഞു നിർത്താം. റേപ്പ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാ? ഒരാണിൽ ടെസ്റ്റോസ്റ്ററോൺ ചില സമയത്ത് അളവിൽ കൂടുതൽ അങ്ങ് കൂടും. കൂടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ അയാൾക്ക് ആരെ എന്തെന്നൊന്നും നോട്ടില്ല. ചിലപ്പം മോളെ വരെ കയറി റേപ്പ് ചെയ്യുന്ന ആണുങ്ങളുണ്ട്. സോ അത് നോക്കാൻ പറ്റില്ല. അത് ആ ഹോർമോണിന്റെ അളവ് കുറയുന്നവരെ പിന്നെ അവൻ മനുഷ്യനല്ല, ഒരു അഡിക്ഷൻ പോലെയാണത്. മറ്റേ കൊക്കൈന് അതുപോലെയൊക്കെ എടുക്കുന്ന ആ ടൈപ്പിലാണ് ഈ ടെസ്റ്റോസ്റ്ററോണും അതുപോലെ ആക്ട് ചെയ്യും, ആണുങ്ങളുടെ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ. സോ അത് ചിലപ്പം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ചിലർക്ക് അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കാണും. ചിലപ്പം ഈ ആൽക്കഹോളൊക്കെ കഴിച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അത് പിടിച്ചു നിർത്താനുള്ള ഇൻഹിബിഷൻ പോവും. അങ്ങനെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന കുറേ റേപ്സും ഈ ഭയങ്കര ഭീകരമായിട്ടുള്ള കുറേ അനാവശ്യങ്ങളൊക്കെ നടക്കുന്നത്. സോ മൊത്തത്തിൽ ലോകമേ ഹോർമോണിനെ ചുറ്റിയാണെന്ന് തോന്നും നമുക്ക്, കാര്യങ്ങൾ ഓരോന്നോരോന്ന് മനസ്സിലാക്കി വരുമ്പോൾ. സോ ഇനി ഹോർമോൺസിനെ പറ്റി ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൂടുതൽ നമുക്ക് സംസാരിക്കാം. ഈവൻ ദേഷ്യം പോലും ഹോർമോൺ കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് ആരോടും ഒരു ദേഷ്യം തോന്നൂല. അയ്യോ അത് പാവം അവരുടെ ഹോർമോൺ കാരണമല്ലേ എന്ന് നമുക്ക് ഇന്ന് തൊട്ട് വിചാരിക്കാം പലരോടും. ഓക്കെ, ഹോർമോൺസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാം. ലൈഫ് ബീറ്റ്സിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം.